കൃഷ്ണനാഥയാണല്ലേ? അതെ. ഇതാരാ മൂത്ത മോനെ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിക്കറിട്ടോണ്ട് ഇവിടെ വന്ന് നിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ വീടല്ല, അതുകൊണ്ട് മാത്രമല്ല, നമ്മള് പിള്ളേര് മാത്രമല്ല, അതുകൊണ്ട് ഞാൻ നിക്കറിട്ടത്. പിള്ളേർക്ക് എന്റെ ഭർത്താവാ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. കുളി കഴിഞ്ഞാൽ നനവോടെ എന്നെ ദേഹത്ത് പറ്റണം, എന്നാലേ വെളുക്കുള്ളൂ. ഭയങ്കര വിലയാ. ഓ, ദേഹം വെളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുത്തു കിട്ടും. കിട്ടുന്ന കാശിന് ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ചു കൂട്ടാൻ നിനക്കെന്താ വല്ല കിർക്കുണ്ടോ? അവനവന്റെ സൗന്ദര്യം അവനവൻ തന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു 40 വയസ്സ് ആവുമ്പോഴുണ്ടല്ലോ ഇതുപോലെ കളവന്മാരെ പോലെ ആവും. ഇപ്പോഴേ പുറപ്പെട്ടാലേ ഉച്ചയോടെ എത്തു. അച്ഛൻ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അച്ഛൻ കല്യാണം കഴിച്ചാടാ? ഇല്ല. അപ്പൊ കാര്യങ്ങളൊക്കെ അടക്കിടൂ. ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നേന്ന്? അതാണോ ഉദ്ദേശിച്ചത്? അച്ഛനെന്താ ഉദ്ദേശിച്ച? അച്ഛനെന്താ ഉദ്ദേശിച്ച? കറി എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടി. തോരനും ചമ്മന്തിയോ? നീ എന്തിനാ വെറുതെ ഓരോ അടിക്കുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നേ? നീ വാ പൊളിക്കരുത് പ്ലീസ്. ചെറുക്കന്റെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചു, എന്നിട്ട് സ്കൂളിൽ ടൂറി വെച്ചേക്കോ വന്ന. എന്റെ ദൈവമേ, അത് നീ ശ്രദ്ധിക്കണം. നിന്റെ ഉത്തരവാദിത്തം. രാവിലെ അവൻ എഴുന്നേറ്റാൽ അവനെ കക്കൂച്ചി കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് വിടേണ്ടത് നീയാ. എന്റെ മനുഷ്യാണെന്നാ പറഞ്ഞേ. ടൂർ വെച്ചിരിക്കുക പിള്ളേർക്കെല്ലാം കൂടെ. അവിടെ പോകാൻ പൈസ ഉണ്ടോ കൊടുക്കാൻ? ടൂറോ? അത് പറയണ്ടേ? പൈസ എങ്ങനെ ഉണ്ടാകും? എങ്ങനെ ഉണ്ടാക്കി എനിക്ക് പണിക്ക് പോകാൻ പറ്റുമോ? ഞാനുണ്ടല്ലോ